ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ആന്റണി മുഖേന സച്ചിക്ക് വലിയൊരു ദുരന്തം വന്നിരിക്കുകയാണല്ലേ. ആന്റണി തൻ്റെ കൂട്ടാളികളെ പറഞ്ഞു വിട്ടതിന് ശേഷം സച്ചിയുടെ വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിക്കുകയും പിന്നീട് സച്ചിയുടെ വണ്ടി ചെന്ന് അരുണിൻ്റെ ബൈക്കിലേക്ക് ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അരുൺ തൻ്റെ പൂർവ്വ വൈരാഗ്യം വീട്ടുന്നതിന് വേണ്ടി തന്നെ സച്ചിയുടെ ലൈസൻസ് ഒക്കെ റദ്ദാക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത് ആന്റണിക്ക് രേവതിയോടുള്ള ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ഇതിനു വേണ്ടി കൂട്ടുനിന്നത് ശ്രുതിയാണെങ്കിലോ തനിക്ക് നേടിയെടുക്കാൻ പറ്റാത്ത ലക്ഷ്യമായതുകൊണ്ട് തന്നെ കുറച്ച് കുബുദ്ധി ഉപയോഗിച്ച് ബാമാൻ്റിനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ശ്രുതി ഒരു കാര്യം സാധിച്ചെടുക്കുന്നത്. ബാമാൻ്റി തന്നെ കൊണ്ട് പറ്റുകയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് തനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല, ബാമാൻ്റി നിങ്ങളെന്നെ സഹായിച്ചില്ല എന്നാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ ഫാനിൽ കെട്ടി തൂങ്ങുമെന്നൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സമയത്താണ് ബാമാൻ്റെ മനസ്സോടു കൂടി തന്നെ ഈ ഒരു ക്രൂരതയ്ക്കായിട്ട് കൂട്ടു നിൽക്കുന്നത്. എന്നിരുന്നാലും ഈ ഒരു താക്കോൽ ശ്രുതിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, നീ പറഞ്ഞ പോലെ തന്നെ ഡിക്കിൽ നിന്ന് നിന്നെ ഡ്രസ്സ് എടുക്കാൻ തന്നെ അല്ലേ എന്നൊരു സംശയത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട്. അതേ ശ്രുതി മറുപടി പറയുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ബാമാൻ്റിക്ക് പേടിയാണല്ലോ. കാരണം ശ്രുതിയുടെ സ്വഭാവം നല്ല രീതിക്ക് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും അപകടം സച്ചിക്ക് വരുത്തി വെച്ചാലോ എന്നുള്ളൊരു പേടിയോടുകൂടി തന്നെയാണ് ബാമാൻ്റെ അന്നേ ദിവസം കഴിച്ചു കൂട്ടുന്നത്. അപ്പോൾ ആന്റണിക്ക് വേണ്ടിയിട്ട് എല്ലാ ഒത്താശയും ചെയ്ത് കൊടുത്ത് ആന്റണിയുടെ കൈകളിലേക്ക് സച്ചിയുടെ താക്കോൽ ഏൽപ്പിച്ച ശ്രുതിക്ക് തന്നെ ആന്റണി നല്ലൊരു 8ന്റെ പണി നൽകുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തിന്റെ ഡീറ്റെയിൽ ആണ് ഞാൻ ഈ പറയുന്നത്. ശ്രുതിക്ക് കിട്ടാൻ പോകുന്ന 8ന്റെ പണി എന്താണെന്നതല്ലേ. ഈ സച്ചിയുടെ അപകടം നടന്ന സച്ചിക്ക് ആക്സിഡൻറ്റിൽ ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ അറിയുന്ന സമയത്ത് ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ ആന്റണി 2 പേരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരുന്നില്ല. അവരെ ആന്റണി പിടിച്ച് തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെ ഒരു കാര്യവുമില്ല, ഞാൻ ആ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതായിരുന്നു, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് അവിടെ ചെന്ന് ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ സാധിച്ചെടുക്കാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ പോയ ഗുണ്ടകളെ തല്ലുന്നൊക്കെയുണ്ട്. ആ ഒരു സമയത്താണ് മറ്റൊരാൾ, അതായത് ഈ പിടിച്ചുപറിക്കാരുടെ കയ്യിൽ നിന്നൊക്കെ സ്വർണ്ണങ്ങളും പണങ്ങളൊക്കെ നമ്മൾ ആന്റണി മേടിച്ചതിന് ശേഷം ഇതെല്ലാം തന്നെ മറിച്ചു കൊടുക്കുന്ന ഏർപ്പാടും കൂടി ആന്റണിക്ക് ഉണ്ടല്ലേ. ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മറ്റൊരാൾ, ഇതൊരു പിടിച്ചുപറിക്കാരൻ അങ്ങോട്ടേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ കയ്യിൽ മോഷ്ടിച്ചൊരു സ്വർണ്ണമാലയും ഉണ്ടാവുകയും ഇദ്ദേഹം ഇത് ആന്റണിയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് എങ്ങനെയെങ്കിലും മറിച്ച് നൽകണം, ഏകദേശം 2 ലക്ഷം രൂപ എടുത്ത് വില വരും, ഇത് വിറ്റ് കിട്ടുന്നതിൽ ആന്റണി ചേട്ടനുള്ള തുക എടുത്തതിന് ശേഷം ബാക്കി തുക എനിക്ക് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ഈ ഒരു സ്വർണ്ണം ആർക്കെങ്കിലും മറിച്ചു കൊടുത്താൽ തങ്ങളോട്ട് പിടിക്കപ്പെടുകയും ചെയ്യരുത് എന്നറിയാവുന്നത് കൊണ്ട് തന്നെയും ആന്റണി അവിടെ ചെയ്യാൻ പോകുന്ന കുബുദ്ധി എന്നത് നമ്മുടെ ശ്രുതിയുടെ കൈകളിലേക്കായിട്ട് ഈ ഒരു സ്വർണ്ണം ഏൽപ്പിക്കാനായിട്ട്, അതായത് ശ്രുതിയെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതിന് ശേഷം ഇത് 3 ലക്ഷം രൂപ വരുന്ന സ്വർണ്ണമാലയാണെന്നും ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് ഞാനിത് നിനക്ക് മേടിച്ച് നൽകാമെന്നും നീ എനിക്ക് സച്ചിയുടെ താക്കോൽ എടുത്ത് അതിന് പ്രതിഫലമായി നീ ഇത് കണ്ടാൽ മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു സ്വർണ്ണം മേടിക്കുകയാണെങ്കിൽ ആ ഒരു സ്വർണ്ണം ചന്ദ്രയ്ക്ക് നൽകി ചന്ദ്രയെ വസ്താക്കി എങ്ങനെയല്ല ആ വീട്ടിലേക്ക് കയറി പറ്റാമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി തന്നെ ശ്രുതി ഈ ഒരു സ്വർണ്ണം മേടിക്കുകയാണ് കേട്ടോ. പിന്നീട് ഈ ഒരു സ്വർണ്ണത്തിൻ്റെ പേരിൽ നമ്മുടെ ശ്രുതി ഒരുപാട്, അതായത് സ്വർണ്ണത്തിൻ്റെ യഥാർത്ഥ ഓണർ വരികയും ശ്രുതിയുടെ പേരിൽ പോലീസ് കേസൊക്കെ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആന്റണി മുഖേന തന്നെ ശ്രുതിക്ക് 8ന്റെ പണിയും കിട്ടുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.